തിരുവല്ലയിലെ പ്രാദേശിക വിഭാഗീയത സമ്മേളനകാലത്തും കടുത്ത നടപടിക്ക് വഴിവെച്ചിരിക്കുകയാണ്. ദുഷ്പ്രവണതകൾ ചൂണ്ടിക്കാട്ടിയുള്ള റിപ്പോർട്ടിന്മേൽ ലോക്കൽ സെക്രട്ടറി തന്നെ നടപടിക്ക് വിധേയനായി. അലങ്കോലപ്പെട്ട ലോക്കൽ സമ്മേളനത്തിൽ പ്രതികളിൽ നിന്നും തിരികെ വാങ്ങിയ റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് കിട്ടിയെന്ന കുറ്റമാണ് കെ കൊച്ചുമോനെതിരെയുള്ളത്. തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ജനോ മാത്യുവിനാണ് ലോക്കൽ സെക്രട്ടറിയുടെ പകരം ചുമതല. 2 തവണ തടസ്സപ്പെട്ട ലോക്കൽ സമ്മേളനം പൂർത്തിയാക്കാനും തീരുമാനമുണ്ട്. തിരുവല്ല ഏരിയ നോർത്ത് ലോക്കൽ കമ്മിറ്റി ഉൾപ്പെടെയുള്ള സംഘടനാ കാര്യങ്ങളാണ് ഞങ്ങൾ പരിശോധിച്ചത്. ആ പരിശോധിച്ചതിൻ്റെ ഭാഗമായിട്ട് പാർട്ടി സംഘടനാപരമായിട്ട് സമ്മേളനങ്ങളെല്ലാം പൂർത്തിയാക്കത്തക്ക രീതിയിലുള്ള തീരുമാനവുമായി ഇപ്പോഴും പാർട്ടി മുന്നോട്ടേക്ക് പോകുക. വിഭാഗീയ പ്രവർത്തനം സ്ഥിരീകരിക്കുന്ന നിലയിലാണ് സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചത്. എന്നാൽ തിരുവല്ലയിൽ ഒന്നുമേ ഉണ്ടായിട്ടില്ല എന്നാണ് ജില്ലാ സെക്രട്ടറി പറയുന്നത്. അവിടെ വിഭാഗീയമൊന്നുമില്ല. അത് സ്വാഭാവികമായിട്ട് ചില സമ്മേളനങ്ങളിൽ അപരാധികം വരും. അത് പിന്നെ ചർച്ച ചെയ്ത് ഞങ്ങൾ പരിഹരിച്ച സമ്മേളനങ്ങളെല്ലാം നടക്കും. തിരുവല്ല മുൻ ഏരിയ സെക്രട്ടറി ഫ്രാൻസിസ് വി ആന്റണി വീണ്ടും നടപടിക്ക് വിധേയനായി. സെക്രട്ടറി സ്ഥാനത്തു നിന്നും നീക്കിയ ശേഷവും വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന കണ്ടെത്തലിൽ ഫ്രാൻസിസ് വി ആന്റണിക്ക് ഇക്കുറി താക്കീതാണ്. പീഡനക്കേസുകളിൽ പ്രതിയായ CC സജിമോനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിലുള്ള വടംവലിയാണ് തിരുവല്ലയിലെ വിഭാഗീയ നീക്കങ്ങളുടെ കാതൽ. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.